ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? പരാജയങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പരാജയങ്ങളിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. അതിലൂടെ വേണം വലിയൊരു വിജയത്തിലെത്താൻ. എല്ലാം തികഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഒരുപാട് നല്ല അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. എല്ലാം പെർഫെക്റ്റായിട്ടേ ഞാനൊരു കാര്യം ചെയ്യൂ എന്ന് പറയുന്ന ചിന്താഗതിയാണ് പെർഫെക്ഷനിസം. ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നത് പെർഫെക്ഷനിസം കൊണ്ടാണ്. നിങ്ങൾക്കുള്ള കഴിവുകൾ വെച്ച് പ്രവർത്തിക്കുക. ഉന്നത വിജയം നേടുന്നതും പൂർണ്ണതയുള്ളവരാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ടു തരത്തിലുള്ള ആൾക്കാരും വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉന്നത വിജയം നേടിയവരൊക്കെയും അവരുടെ വിജയത്തിനു വേണ്ടി പരമാവധി പ്രവർത്തിച്ചവരായിരിക്കും. അതേസമയം പെർഫെക്ഷനിസ്റ്റുകൾ ഭീതി മൂലം തളർന്നു പോകുന്നവരായിരിക്കും. പെർഫെക്ഷനിസം നമ്മുടെ ആത്മാഭിമാനവും നമ്മുടെ ലൈഫിലെ സന്തോഷവുമൊക്കെ ഡിക്രീസ് ചെയ്യിക്കും. ഇനി പെർഫെക്ഷനിസം മറികടക്കാനുള്ള കുറച്ച് ടിപ്സ് പറയാം. ഒന്നാമത്തെ പോയിൻ്റാണ് പോസിറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാം തികഞ്ഞവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിനർത്ഥം നമ്മുടെ ജോലിയുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നെഗറ്റീവ് ഭാഗങ്ങളിൽ നാം സ്ഥിരത പുലർത്തുന്നു എന്നാണ്. എന്നിരുന്നാലും നല്ലതിനെ തിരിച്ചറിയാൻ നമ്മൾ ബോധപൂർവമായ ശ്രമം നടത്തേണ്ടത് പ്രധാനമാണ്. നെഗറ്റീവിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പോസിറ്റീവായി ചിന്തിച്ച് ഓരോ കാര്യവും ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. നമുക്ക് പഠിക്കാനും വളരാനും നന്നായി പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങളാണ് തെറ്റുകൾ. ഇത് പരിശീലിക്കുന്നതിനുള്ള ഒരു മാർഗം ആദ്യ ശ്രമത്തിൽ തന്നെ നിങ്ങൾ മികച്ചതല്ലാതാവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയ കാര്യം ചെയ്യാൻ തീരുമാനിക്കുക. അല്ലെങ്കിൽ പുതിയൊരു ഹോബി തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾ തികഞ്ഞവരാകാൻ ശ്രമിക്കുന്നതിന് പകരം ആ പ്രവർത്തനം ആസ്വദിക്കുന്നതിലും അത് മെച്ചപ്പെടാൻ സാവധാനം പഠിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ തെറ്റുകൾ അനിവാര്യമാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങളൊരു പ്രത്യേക വ്യക്തിയല്ലെന്നും എല്ലാവരും തെറ്റുകൾ വരുത്തുന്നുണ്ടെന്നും ഓർക്കുക. എല്ലാ പെർഫെക്ഷനിസ്റ്റുകളുടെയും ഉള്ളിൽ ഒരു വിമർശകനുണ്ടാകും. ആ ആന്തരിക വിമർശകനിൽ നിന്നും സ്വയം വേർപെടുത്തുക. നിങ്ങൾ നിങ്ങളെ സ്വയം വേർപെടുത്തുക. 2. സെറ്റ് സ്മാർട്ടർ ഗോൾസ്, അഥവാ മികച്ച ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക. സ്മാർട്ടായ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് മൂലം പെർഫെക്ഷനിസം ഒഴിവാക്കാൻ കഴിയും. നമ്മുടെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളതും ആരോഗ്യകരവുമായ രീതിയിൽ വെല്ലുവിളി നിറഞ്ഞതുമാകുമ്പോൾ അവയിലെത്താനുള്ള നമ്മുടെ കഴിവിൽ നമുക്ക് വളരെ കുറഞ്ഞ സമ്മർദ്ദവും കൂടുതൽ ആത്മവിശ്വാസവും അനുഭവപ്പെടും. 3. വിമർശനം എങ്ങനെ സ്വീകരിക്കാമെന്ന് പഠിക്കുക. പെർഫെക്ഷനിസ്റ്റുകൾ വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കുന്നത് കൊണ്ട് അവർക്ക് ആത്മാഭിമാനം കുറവായിരിക്കും. എങ്കിലും കൂടുതൽ പഠിക്കാനും വളരാനും ക്രിയാത്മക വിമർശനം സഹായിക്കുന്നുണ്ട്. ആരോഗ്യകരമായ വിമർശനം സഹായകരമാണെന്നും അത് സാധാരണമാണെന്നും തിരിച്ചറിയാൻ ശ്രമിക്കണം. കാരണം അത് നമ്മളെ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കും. നമ്മുടെ വഴികളിൽ തെറ്റുകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാവുക സാധാരണമാണ്. 4. നിങ്ങൾ സ്വയം സമ്മർദ്ദം ചെലുത്താതിരിക്കുക. നിങ്ങളെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് ഓർക്കണം. നിങ്ങൾ നിങ്ങളോട് ദയ കാണിക്കുക. സ്വയം അംഗീകരിക്കുക. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുക. എല്ലാം തികഞ്ഞത് എന്നൊന്നില്ല. നിങ്ങൾ പരമാവധി നന്നായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുക. സ്വയം വിഷാദിച്ചിരിക്കരുത്. സ്വയം അനുകമ്പ വളർത്തുക. പിന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ മൂല്യം അറിയുക. സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കുക. 5. പൂർണ്ണതയേക്കാൾ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുക. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അത് കൃത്യമായി ചെയ്യാനും ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന നല്ല റിസൾട്ട് മാത്രം ആസ്വദിക്കാതെ അതിലേക്ക് എത്താനെടുത്ത വഴിയും ആസ്വദിക്കുക. അതായത് ഫലം മാത്രമല്ല, പ്രവൃത്തിയും ആസ്വദിക്കണമെന്ന്. നിങ്ങളുടെ ശക്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൂർണ്ണത എന്നത് മികവിനായി പരിശ്രമിക്കുന്നതിന് തുല്യമല്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ സ്വഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എപ്പോഴും അസ്വസ്ഥരായിട്ടാണ് പെർഫെക്ഷനിസ്റ്റുകളെ കാണപ്പെടുന്നത്. ഇവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. ലോകത്ത് പെർഫെക്റ്റായി ഒന്നും തന്നെയില്ല. ഇക്കാര്യം മനസ്സിലാക്കി എല്ലാവരും പെർഫെക്ഷനിസമൊക്കെ ഒഴിവാക്കി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്